ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നും ഞാൻ അടിപൊളി ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഈവനിങ് തൊട്ടിട്ട് മോർണിംഗ് വരേക്കുള്ള റൂട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് വന്ന് കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈവനിങ്ങിൽ കുറച്ച് സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ലഞ്ചൊന്നും ഇപ്പോൾ കാര്യമായിട്ട് ഉണ്ടാക്കലില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വളരെ റെയറായിട്ടാണ് കേട്ടോ ഞാൻ ലഞ്ച് ഉണ്ടാക്കലുള്ളൂ. ഇപ്പോൾ മോന് ഉച്ചയ്ക്ക് 12:30 ആകുമ്പോഴത്തേനും എത്തും സ്കൂൾ വിട്ടിട്ട്. അപ്പോൾ അവനക്ക് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും തന്നെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇപ്പോൾ ഞാനാണെങ്കിലും അതെ, ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലാഗ് ചെയ്തിട്ടാണ് കഴിക്കുക. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ ഒരു ആവശ്യമില്ല. മോളും തന്നെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന കാരണം തന്നെ ക്ലാസ്സിൻ്റെ ഓരോ പീരിയഡിൻ്റെ ഇടയിലും 10 മിനിറ്റ്സ് ടു 15 മിനിറ്റ്സ് അവർക്ക് ഫ്രീ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൾ എന്തെങ്കിലും വന്നിട്ട് കുറയ്ക്കും. അപ്പോൾ അവൾക്കും വലിയ വിശപ്പുണ്ടാവില്ല. അപ്പം ഇനി ചോറ് ഞാൻ ഉണ്ടാക്കാനും മെനക്കെടലില്ല. അപ്പോൾ വൈകുന്നേരത്തിന് എന്തെങ്കിലുമൊക്കെ സ്നാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കരുതലാണ്. മോനാണെന്നുണ്ടെങ്കിലും അത് ലേറ്റ് ആയിട്ടാണ് സ്കൂൾ വിട്ടിട്ട് വരിക, മൂത്താള്. അപ്പം പിന്നെ ആ ഒരു സമയമാകുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പഴം നുള്ളിയിടലാണ് ഉണ്ടാക്കുന്നത്. ചിക്കൂട്ട നല്ലോണം പഴുത്ത് നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അതെടുത്തിട്ട് നുള്ളിയിടൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നുള്ളിയിടൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. റെസിപ്പി ഒന്നും ഞാൻ കൂടുതലായിട്ട് എന്താക്കൊന്നും ചെയ്യുന്നില്ല. അരിപ്പൊടി മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. പഴം നല്ലോണം കൈ കൊണ്ട് നമ്മൾ പ്രസ് ചെയ്തിട്ട് അതിലേക്ക് പഞ്ചസാര, ഏലക്കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് അരിപ്പൊടി കുറച്ച് 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ നുള്ളിയിടാൻ പാകത്തിനായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് അത് വേണ്ടത്. അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ ചെയ്യാം കേട്ടോ, റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. അപ്പം ഞാൻ വെള്ളപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താ വെച്ചാൽ ഓയിൽ വളരെ കുറവ് മതിയല്ലോ വെള്ളപ്പച്ചട്ടിയിലാവുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ബാലൻസ് വരുന്ന ഓയിൽ പിന്നെയും കൂടുതലായിട്ട് നമ്മൾ റീയൂസ് ചെയ്യാന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാവണമാണല്ലോ. അപ്പോൾ ചായയുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മോന് വരികയൊക്കെ ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ ഫുഡ് കൊടുക്കലും ചായ കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടിഫിൻ ബോക്സ് കഴുകലും പാത്രങ്ങൾ കഴുകലും ഒക്കെ ജസ്റ്റ് ഒന്ന് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു കേട്ടോ. ഓരോ പ്രാവശ്യവും പണികൾ കഴിഞ്ഞാൽ അപ്പം തന്നെ അങ്ങോട്ട് കിച്ചൺ ക്ലീൻ ചെയ്തിടും. അപ്പോൾ കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ രാത്രിക്ക് ഡിന്നറിന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ചപ്പാത്തിയുടെ മാവൊന്നങ്ങ് കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനാവശ്യമുള്ള മാവൊക്കെ എടുത്ത് പച്ചവെള്ളത്തിൽ തന്നെയാണ് ഞാൻ കുഴച്ച് വെക്കാറ്. അപ്പം അതൊന്ന് നന്നായിട്ട് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിസ്കാരവും കാര്യങ്ങളൊക്കെ മരുവി വാങ്ങിക്കൊടുക്കാനായിട്ടുണ്ടായി. അപ്പോൾ പിന്നെ മരുവി നിസ്കാരവും കാര്യങ്ങളും കഴിഞ്ഞ് ഖുർആനോത്തും കുട്ടികളെ പഠനത്തിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വന്നിട്ട് നമ്മൾക്ക് ചപ്പാത്തി ചുട്ടെടുത്താൽ മതിയല്ലോ. അപ്പോൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികൾ ഖുർആനോദാനും ആവാനൊക്കെ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. കുട്ടികൾ എല്ലാവരും ഇരിക്കും കേട്ടോ ഖുർആനോദാന്. ഞാനും അതെ, അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് തന്നെ കുറച്ച് സമയം അവിടെ അങ്ങനെ ഇരിക്കും. പിന്നെ മക്കളുടെ സ്കൂളിലേക്കുള്ള കാര്യങ്ങളും ഒക്കെ കൂടെ ആയിട്ട് അങ്ങനെ അവർക്കുള്ള ഡൗട്ട്സുകളൊക്കെ കുറച്ചൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കും. പിന്നെ ഞാൻ അവരെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ട് ഞാൻ എൻ്റെ പണികളിലേക്ക് വരാറാണ് സാധാരണ ഉണ്ടാവില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ മാറ്റങ്ങളും ഉണ്ടാവും കേട്ടോ. എന്നും ഇതുപോലെ തന്നെയൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഇത് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തി പരത്തലും ചുടലും ഒക്കെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് നല്ല നൈസായിട്ടുള്ള ചപ്പാത്തി ആവണം കേട്ടോ, എന്നാലേ ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ. അത് എന്താ അറിയില്ല, എൻ്റെ ഉമ്മ അങ്ങനെയായിരുന്നു. പത്തിരി ആണെങ്കിലും അതെ ചപ്പാത്തി ആണെങ്കിലും അതെ ഭയങ്കര നൈസായാലാണ് ചപ്പാത്തിയും പത്തിരിയും നന്നാവുള്ളൂ എന്നുള്ളത് പറയാം. വായിൽക്ക് ഇടുമ്പോൾ തന്നെ നമുക്ക് നല്ല നൈസായിട്ട് കിട്ടണമല്ലോ. അപ്പോൾ അത് ഉമ്മയുടെ അടുത്ത് നിന്ന് പഠിച്ച തന്നെയാണ് ഞാൻ കേട്ടോ. ഉമ്മയുടെ ആ ഒരു ഉമ്മക്ക് അങ്ങനെ ഇഷ്ടമുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മളെ കൊണ്ട് ഉമ്മ അങ്ങനെ തന്നെ ചെയ്യിപ്പിക്കുക. അപ്പോൾ അങ്ങനെ ആയിട്ട് അങ്ങനെ പഠിച്ചെടുത്തതാണ്. അപ്പോൾ ഇതാ ചപ്പാത്തി ചൂടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു കറിയാണ് ഇതിലേക്ക് ഉണ്ടാക്കുന്നത്. കറി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗ്രേവി ടൈപ്പ് ഒരു എഗ് കൊണ്ടൊരു ഡിഷ്, സൈഡ് ഡിഷ് എന്ന് പറയാം. ഇത് നമുക്ക് മെയിൻ കോഴ്സ് ആയിട്ടും ഇങ്ങനെ തന്നെ കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇത് ഉണ്ടായാൽ തന്നെ മതി കേട്ടോ. പിന്നെ ഇതിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് ചപ്പാത്തിയിലേക്ക്. അപ്പോൾ ഞാനിത് വെറൈറ്റി ആയിട്ടൊന്ന് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും.
അപ്പോൾ ഞാനിവിടെ 6 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. 6 കോഴിമുട്ടയിലേക്ക് നമ്മൾ സാധാരണ ഓംലേറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ തന്നെ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓംലേറ്റ് അടിക്കുമ്പോൾ നമ്മൾ സാധാരണ വെളിച്ചെണ്ണയിലാണല്ലേ ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ ഇവിടെ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ നമ്മൾ ബട്ടർ ഒഴിച്ച് ഒരു കോഴിമുട്ട നമ്മൾ ശരിക്കും അതൊന്ന് ഓംലേറ്റ് ആക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന പാകത്തിനുള്ളൊരു ഇത് ഒഴിച്ചെടുത്താൽ മതിയേ ബട്ടർ. അപ്പോൾ നമുക്കിത് ഓരോരോ ഓംലെറ്റ് ആക്കിയിട്ട് എടുക്കാം. പക്ഷെ ഞാനിവിടെ ഈ പാനിൽ വെച്ചിട്ട് തന്നെയാണ് അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ അതിൽ വെച്ചിട്ട് തന്നെ ഓംലെറ്റ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ വേവുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ കയറ്റിയിട്ട് കൊടുത്തിട്ട് അതിനെ ആ ഒരു തിക്നെസ് കുറച്ച് കിട്ടാനും കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഈസി ആയിട്ട് തോന്നുകയും ചെയ്യും. പിന്നെ ഒരു പാനല്ലേ അവിടെ ബാലൻസ് വരുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ ആക്കിയെടുത്തിട്ട് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ശരിക്കും നന്നായി വേവണമെന്നില്ല കേട്ടോ. ഇത് നന്നായി വെന്ത് ഭയങ്കര ഡ്രൈ ആയിട്ട് നിൽക്കുന്നൊരു അവസ്ഥയിൽ വേണ്ട. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. പിന്നെ എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആവശ്യം കേട്ടോ. അപ്പം കുറേ പീസസ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നിട്ട് നമ്മളത് ആ പാനിൽ നിന്ന് മാറ്റിയതിന് ശേഷം വീണ്ടും അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പം ഈ സമയത്ത് ഒരു ബട്ടർ 2 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ബട്ടറിൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ ചോപ്പ് ചെയ്തിട്ടുള്ള ഗാർലിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഗാർലിക്കിൻ്റെ ഫ്ലേവറുമാണ് നമ്മൾ ഈ ഒരു ഗ്രേവിക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പം നല്ലൊരു ഫ്ലേവറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ആലോചിച്ചാൽ തന്നെ നമുക്കറിയാം അല്ലേ. അപ്പം ഗാർലിക്ക് അതിലൊന്ന് ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് പെപ്പർ ക്രഷ് ചെയ്തതൊന്ന് കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പൊടി ആവണമെന്നില്ല, ക്രഷ് ചെയ്തതാണ് ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ പെപ്പർ റോ ആയിട്ട് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് അതിലേക്ക് കോൺഫ്ലോർ 1 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം അതൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പം മൈദനേക്കാൾ നല്ലത് കോൺഫ്ലോർ ആണ്. മൈദ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ മൈദനേക്കാളും ബെറ്റർ കോൺഫ്ലോർ ആണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് തിക്കായിട്ട് വരും. അപ്പം നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് നമുക്ക് ഈ ഒരു ഗ്രേവി ഉണ്ടാവുക. അപ്പം ആ ഒരു ക്രീമി അതിനനുസരിച്ചിട്ടുള്ള പാലാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം കേട്ടോ. പിന്നെ ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം അത് എരിവിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ ഞാൻ 1 ടീസ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം പെപ്പർ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോഴും പിന്നെ ക്രഷ് ചെയ്തതും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം തന്നെ മോനിങ്ങനെ അവിടെ നിന്ന് കാണുന്നുണ്ട്. അവന് ചോദിക്കുന്നുണ്ട്, ഉമ്മ ഓൾറെഡി പെപ്പർ ഇട്ടില്ലേ, സ്പൈസി ആവും അത് എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം അവർക്ക് തീരെ ഇഷ്ടമല്ല സ്പൈസി ആയത് കേട്ടോ. അപ്പം ഒന്ന് തിക്കായി വന്നപ്പം, കാരണം കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിക്കായി വരും. അപ്പം ഞാൻ കുറച്ചും കൂടെ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക, മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഓപ്ഷണലാണ്. മീറ്റ് മസാലയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അത് ഇട്ട് കൊടുത്തത്. അപ്പം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് വേറെ ഉള്ളതൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. എന്നിട്ട് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ള ആ ഒരു എഗ്ഗും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി തീ ഓഫ് ചെയ്യുക കേട്ടോ. അപ്പം ഇതാണ് നമ്മളുടെ ഗ്രേവി. നല്ലൊരു ടേസ്റ്റാണ്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ രാത്രി ചപ്പാത്തി ഉണ്ടാക്കിയപ്പം അതിലേക്ക് വെറൈറ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും ആക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയതാണ്. അപ്പം നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഡിന്നറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഡിന്നർ കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി ക്ലീനായി, കിച്ചണൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി രാവിലേക്കുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റഫ്ഡ് ഇഡ്ഡലിയാണ് രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ എളുപ്പമാവുമല്ലോ. ജീരകശാല റൈസാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു മാവ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് തലേദിവസം രാത്രി നമ്മൾ വെള്ളത്തിൽ അരി കഴുകിയിട്ട് നന്നായി കഴുകിയിട്ട് കുതിർക്കാൻ വെക്കുക. പിന്നെ നമ്മൾ സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് ചിക്കനും തന്നെ ഞാൻ തലേദിവസം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പോയിട്ട് കിടന്ന് രാവിലെ എണീറ്റതിന് ശേഷമാണ് കേട്ടോ. സുബഹിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിച്ചണിൽ വന്നിട്ടുള്ളത്. കാരണം ഏകദേശമൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ചിക്കൻ എടുത്തിട്ടൊന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ തണുപ്പ് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കിടന്നാൽ മതി.
അപ്പോൾ തലേദിവസം തന്നെ ഞാൻ ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ ഓൾറെഡി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. മുന്നത്തെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് പണികൾ ചെയ്തു തീർക്കാം. പിന്നെ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഫ്ലാസ്കിൽ വെള്ളമാക്കി വെക്കുമ്പോൾ, കാരണം മക്കൾക്കൊക്കെ ഈ കോൾഡിൻ്റെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ജീരകശാല നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം ജീരകശാല റൈസാണ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ് ശരിക്കും ആ ഒരു ഇഡ്ഡലിക്ക് ഉണ്ടാവുക. ബസ്മതി റൈസ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ബസ്മതി റൈസിനേക്കാൾ ഒന്നും കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ജീരകശാല തന്നെയാണ്. ജീരകശാല നമ്മൾ ബിരിയാണി റൈസ് ഉണ്ടല്ലോ, അത് ജീരകശാല അല്ലെങ്കിൽ ചില വയനാടൻ കൈമ അങ്ങനെ പറയൂലേ, അങ്ങനെയുള്ള റൈസ് നാട്ടിൽ ഏതാണ് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് ഞാൻ മാവ് അരച്ചെടുത്തു. എന്നിട്ട് രണ്ടാമത്തെ ട്രിപ്പ് അരക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന സമയത്താണ് അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 2.5 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 2 പിടിയോളം ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് 2 സെറ്റ് ആക്കിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ അത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ചിരട്ടയുടെ ഭാഗം വരുന്നത് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് വെക്കും, മറ്റേത് വൈറ്റ് കളറിൽ വരുന്നത് സെപ്പറേറ്റ് ചെയ്ത് വെക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസിയാണ്. പിന്നെ അതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കാം. നമ്മൾ ആ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഒഴിവാക്കി അത് നല്ലോണം ക്ലീൻ ആക്കിയിട്ട് പിന്നെ ഒന്നും കൂടെ നമ്മളൊന്ന് കഴുകിയിട്ടാണ്, ജസ്റ്റ് ഒരു പ്രാവശ്യം കഴുകിയാൽ തന്നെ മതി കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ അരി ക്ലീൻ ചെയ്തതായിരുന്നു. അപ്പം ആ ഒരു വെള്ളം ഒന്ന് കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ പുതിയ വെള്ളം കൊണ്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളം തിളച്ചപ്പോൾ ഞാനത് ഫ്ലാസ്കിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കി വെള്ളം ചായക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് മാവൊക്കെ നല്ലോണം അരച്ച് വെച്ച് അത്യാവശ്യം ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കയ്യിൽ ഒഴിക്കുമ്പം അതിങ്ങനെ മേലെ ഇങ്ങനെ പിരിഞ്ഞിട്ട് താഴേക്ക് വീഴണം. പിരിഞ്ഞ് വീഴുകയെന്ന് വെച്ചാൽ പിരിയായിട്ട് കയറൊക്കെ പിരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ, അതുപോലെ പിരിയായിട്ട് ഇങ്ങനെ താഴേക്ക് ഒഴുകണം. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. അപ്പം ചിക്കനൊക്കെ അപ്പം തന്നെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായി. എന്നിട്ട് ആ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഒരു അരമണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പം ആ ഒരു സമയം കൊണ്ട് ഞാൻ ചിക്കൻ കഴുകി അത് നല്ല ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത്, കട്ടിംഗ് ബോർഡും വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അത് ഓയിലൊഴിച്ച് ജസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്ത് അങ്ങനെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. മുളക് പൊടി ഇടണം നിർബന്ധമൊന്നുമില്ല. ചായ തിളച്ചപ്പം സുലൈമാനിയാണ് കുട്ടികൾക്ക് ആവശ്യം, അപ്പോൾ അങ്ങനെ സുലൈമാനി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കണം. അപ്പം മസാല വഴറ്റുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഉള്ളി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വഴറ്റുക, പിന്നെ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് വെച്ച് ഓൾറെഡി എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അത് വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു തക്കാളി ജ്യൂസ് ആക്കിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മസാല ഒന്ന് ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കന് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഗരം മസാലപ്പൊടിയും ജീരകപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായി ഞാൻ. എന്നിട്ട് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇതിലാണ് കേട്ടോ, ഈ ഒരു തിക്നെസ്സാണ് നമ്മളുടെ മസാല വേണ്ടത്. അപ്പോൾ ആ ഒരു സമയത്തിന് ഞാൻ ഇഡ്ഡലിക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായി. അങ്ങനെ ഇഡ്ഡലി സ്റ്റഫ് ചെയ്യാനുള്ളതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായി. ബട്ട് ക്യാമറ ഹീറ്റായതുകൊണ്ട് അത് കട്ടായിപ്പോയി കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ചെടുക്കുന്നത് മാത്രമാണ് അതിൽ കാണിച്ചുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു ക്ലിപ്പായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഒരു ക്ലിപ്പും കൂടെ പിന്നെ മക്കളൊക്കെ പോയതിന് ശേഷം എടുത്തതാണ് കേട്ടോ അത്. അപ്പം മാവ് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണമെന്നില്ല കേട്ടോ, അപ്പം തുളുമ്പിയിട്ട് പുറത്തേക്ക് പോവും. എന്നിട്ട് അതിലേക്ക് ഓരോ സ്പൂണായിട്ട് നമ്മളുടെ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് മൂടി വെക്കുക. സാധാരണ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ നമ്മൾ ആക്കിയിട്ട് വേവിച്ച് വെക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഒറ്റ ലെയറേ വെച്ചിട്ടുള്ളൂ, 2 ലെയർ വെച്ചിട്ടില്ല. കാരണം മേലത്തെ ലെയറിൽ നിന്ന് താഴേക്ക് വെള്ളം വന്നു കഴിഞ്ഞാൽ ഇത് അതിൻ്റെ ആ ഒരു എന്താ പറയുക ഭംഗി നഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ 2 എണ്ണം ഒരുമിച്ച് വെക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ ഓരോന്നായിട്ടാണ് എടുക്കുന്നത്. പിന്നെ
ഒന്ന് ആവി കയറിയാൽ തന്നെ പെട്ടെന്ന് അത് വെന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അത്ര വലിയൊരു സമയം ഗ്യാസിനാണെങ്കിലും അതേ നഷ്ടം വരുന്നൊരു പോലെ തോന്നിയില്ല. അപ്പം ഞാൻ അങ്ങനെ ആണ് ഇട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാ ഓരോന്നും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഇഡ്ഡലിയാണ്. ഇത് ശരിക്കും ഇതിലേക്ക് വേറെ സൈഡ് ഡിഷസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ളതൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ മതി. സ്നാക്ക് പോലെ തന്നെ ഉള്ളതാണെങ്കിലും അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇക്കാക്കാണെങ്കിലും അതെ, കയ്യിലെടുത്ത് കഴിക്കാലോ, ഇനിയിപ്പോൾ ലേറ്റ് ആവുകയാണെങ്കിൽ പാക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിലും വണ്ടിയിൽ പോകുന്ന സമയത്ത് എനിക്ക് കഴിക്കാലോ എന്ന് പറയും. കൂടുതൽ കറിയും കാര്യങ്ങളും ഒക്കെ കൂടെ എടുത്തിട്ട് കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ മാറ്റി വെച്ച് ഞാൻ എൻ്റെ റൂട്ടീനിലേക്ക് വന്നേക്കാണ്. കണ്ടിട്ട് ഇഡ്ഡലി കണ്ടിട്ട് കൊതിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും സൈഡിലോട്ട് മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ ഒരു തീരുമാനം എടുത്തതാണല്ലോ, അപ്പോൾ അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ചിയാ സീഡ് വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. രാവിലെ നേരത്തെ കൊടുക്കണേ വെക്കലുണ്ട്. തിരക്കിനിടയിൽ ഇതൊക്കെ വിട്ടുപോയി. പിന്നെ മക്കളൊക്കെ പോയതിന് ശേഷമാണ് 6:30 ആകുമ്പോഴത്തേനും എല്ലാവരും ഇവിടുന്ന് കാലിയാവും. അപ്പോൾ പിന്നെ അതിന് ശേഷം പിന്നെ സാവകാശം ഓരോരോ കാര്യങ്ങളായിട്ട് നോക്കലാണ് കേട്ടോ. അപ്പം ചിയാ സീഡ് അവിടെ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ച് ഞാൻ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ തിരക്കിലേക്ക് വന്നു. പിന്നെ അതിനുശേഷമാണ് കുറച്ച് നട്ട്സ്, വാൽനട്ടാണ് കൂടുതലും കഴിക്കുക. വാൽനട്ടും പിന്നെ നമ്മുടെ കറുത്ത മുന്തിരിയില്ലേ, അത് ഉണക്കമുന്തിരി, കറുത്ത ഉണക്കമുന്തിരിയും പിന്നെ 2 ആപ്രിക്കോട്ട് അങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വയറ് ഫുള്ളായി. അപ്പോൾ പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ ഞാൻ ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇത് കഴിക്കുക. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.